നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും കേരള PSC നോട്ട്ബുക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ 2024 LDCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ക്ലാസ്സാണ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നുണ്ടായിരുന്നു. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സിൻ്റെ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ആ ക്ലാസ്സുകൾ വേണം എന്നും പറഞ്ഞ് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ബാക്കി ഭാഗം കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതുകൂടാതെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷകളുടെ എല്ലാം റിലേറ്റഡ് ഫാക്ട്സ് ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അതും ചെയ്യാം. പക്ഷേ ഇപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങി വെച്ചില്ല. അതിപ്പോൾ ഇതിവിടെ നിർത്തിയിട്ട് വീണ്ടും ലേറ്റസ്റ്റ് നോക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് തൽക്കാലം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തീരട്ടെ, അതിനുശേഷം നമുക്ക് ഈ ലേറ്റസ്റ്റ് നടന്നതും നോക്കാം. അതിനകത്തും ഈ ഫാക്ട്സ് ഒക്കെ തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് വന്നിരിക്കുന്നത്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയുടെ പ്രശ്നമാണ്. കാണുമ്പോഴേ നമ്മൾ പേടിച്ചു മാറും. പക്ഷേ അത് ഒരു എക്സംഷൻ ചെയ്ത് ഓരോ ആൻസറും മാറ്റി നോക്കി നമുക്ക് അങ്ങനെ ഒരു ഇച്ചിരി നേരം കുറച്ച് സമയം ഒന്ന് അനലൈസ് ചെയ്താൽ ആ ഉത്തരം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ അതിനകത്തെ എല്ലാ ഫാക്ട്സും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ക്വസ്റ്റ്യൻ്റെ പ്രശ്നമല്ല, നമ്മൾ പഠിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഇതിൻ്റെ ബാക്കി നോക്കാം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ എ താരാപൂർ മഹാരാഷ്ട്ര, ഓപ്ഷൻ ബി നറോറ UP, കൽപ്പാക്കം കർണാടകം, ഡി കൈഗ കർണാടകം. ഇതിനകത്ത് ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കറിയാം കൽപ്പാക്കം ആണവ നിലയം എവിടെയാണ്? തമിഴ്നാട്ടിലാണല്ലേ. കൽപ്പാക്കത്തെ കാമിനി റിയാക്ടറിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ താരാപൂർ മഹാരാഷ്ട്ര കറക്റ്റാണ്, നറോറ UPയിലാണ്, കൈഗ കർണാടകത്തിലാണ്. എന്നാൽ കൽപ്പാക്കം എവിടെയാണ്? കൽപ്പാക്കം ശരിക്കും തമിഴ്നാട്ടിലാണ് കൽപ്പാക്കം ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും കൂടി നോക്കാം. എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാവേ. അപ്പോൾ ഇന്ദിരാഗാന്ധി ആറ്റോമിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൽപ്പാക്കം, തമിഴ്നാട് ജില്ലയിലാണ്. എന്താ പ്രത്യേകത? ഇവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറായിട്ടുള്ള കാമിനി ഉള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറാണ് കാമിനി, കൽപ്പാക്കം മിനി റിയാക്ടർ. അതിൻ്റെ ഷോർട്ട് ഫോമാണ് കാമിനി എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധി ആറ്റോമിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഓക്കെ, ഇനി ആറ്റോമിക നിലയങ്ങളെ പറ്റി നമുക്ക് ഒന്നുകൂടി പറയാം. കൈഗ എവിടെയാണ്? കർണാടകത്തിലാണ്. ഇത് നമ്മൾ കഴിഞ്ഞതിന് മുന്നത്തെ വർഷമാണെന്ന് തോന്നുന്നു ഒരു കറണ്ട് അഫെയർ ഫാക്ട്സ് ആയിട്ട് ഇത്ര മണിക്കൂറിൽ കൂടുതൽ നേരം പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും അറിയായിരിക്കും കൈഗ കർണാടകത്തിലാണ്. ഓക്കെ, റാവത് ഭട്ട എവിടാ? രാജസ്ഥാനിലാണ്. റാവത് ഭട്ട എന്ന ആണവ നിലയം രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു. നറോറ ഉത്തർപ്രദേശിലാണ്, നറോറ UPയിലാണ്. ജയ്ദാപൂർ എവിടാണ്? ജയ്ദാപൂർ മഹാരാഷ്ട്രയിലാണ്. കൂടംകുളം ആണവ നിലയം തമിഴ്നാട്ടിലാണ്. കോട്ട എവിടാ? കോട്ട എന്ന് പറയുന്നത് രാജസ്ഥാനിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. ജയ്ദാപൂർ ആണവ റിയാക്ടറിന് സഹായം നൽകുന്ന രാജ്യം ഏത്? ജയ്ദാപൂർ ആണവ നിലയം മഹാരാഷ്ട്രയിലാണെന്ന് പറഞ്ഞു. ഈ ജയ്ദാപൂർ ആണവ നിലയത്തിന് സഹായം നൽകുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ് ജയ്ദാപൂർ ആണവ നിലയത്തിന് സഹായം നൽകുന്ന രാജ്യം. ജയ്ദാപൂർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. കൂടംകുളം ആണവ നിലയം തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടംകുളം എവിടെയാണ്? തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ. കൂടംകുളം ആണവ നിലയവുമായി സഹകരിക്കുന്ന രാജ്യമാണ് റഷ്യയാണ് കൂടംകുളം ആണവ നിലയവുമായി സഹകരിക്കുന്ന രാജ്യം. കൽപ്പാക്കം മിനി ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? കൽപ്പാക്കം മിനി റിയാക്ടർ, അതായത് കാമിനി എന്ന് പറയുന്ന റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? യുറേനിയം 235, യുറേനിയം 235 ആണ് കൽപ്പാക്കത്ത് ഉപയോഗിക്കുന്ന ഇന്ധനം.
ഇന്ത്യയിൽ ആണവോർജ കമ്മീഷൻ നിലവിൽ വന്നതെന്ന 1948 ഓഗസ്റ്റ് 10. 1948 ഓഗസ്റ്റ് 10-നാണ് ഇന്ത്യയിലൊരു ആണവോർജ കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യയിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ നിലവിൽ വന്നതെന്നാണ് 1987-ലാണ്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, അതാണ് NTPC, ഇത് സ്ഥാപിതമായത് 1975-ലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയട്ടെ. കൈഗ എവിടെയാണ്? കർണാടകയിലാണ്. റാവത്ത്ബട്ട രാജസ്ഥാനിലാണ്. നറോറ ഉത്തർപ്രദേശിലാണ്. ജയ്ദാപൂർ മഹാരാഷ്ട്ര. കൂടംകുളം തമിഴ്നാട്. കോട്ട രാജസ്ഥാനിലാണ്. അപ്പോൾ രാജസ്ഥാനിലെ റാവത്ത്ബട്ടയുമുണ്ട് കോട്ടയുമുണ്ട്. ഇട്ടാ കൂട്ടി വരുന്ന രണ്ടെണ്ണവും രാജസ്ഥാനിലാണ്. കൈഗ കർണാടകമാണ്. കൂടംകുളം തമിഴ്നാട്. നറോറ UPയിലാണ്. ജയ്ദാപൂർ ആണവ റിയാക്ടറിന് സഹായം നൽകുന്ന രാജ്യമാണ് ഫ്രാൻസ്. ഇനി അത് കൂടംകുളത്തിനാണെങ്കിൽ റഷ്യയാണ്. കാമിനി റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഇന്ധനം യുറേനിയം 235 ആണ്. പിന്നെന്താണ് പറഞ്ഞത്? 1948 ഓഗസ്റ്റ് 10-നാണ് ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യൻ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ നിലവിൽ വന്നത് 1987. എന്നാൽ ഇന്ത്യയിലെ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ നിലവിൽ വന്നത് 1975. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം ഏതാണ്? ഇവിടെ പശ്ചിമ ബംഗാളാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ളത് പശ്ചിമ ബംഗാളിലാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സും കൂടി നോക്കാം. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു. ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രം പശ്ചിമ ബംഗാളിലാണ്. റാണിഗഞ്ച്, അസൻസോൾ എന്നീ കൽക്കരി ഖനികൾ സ്ഥിതി ചെയ്യുന്ന എവിടെ? റാണിഗഞ്ച്, അസൻസോൾ തുടങ്ങിയ കൽക്കരി ഖനികളും പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ വാലി പ്രോജക്റ്റ്. ഇത് ദാമോദർ നദിയിലാണ്. ഇതും പശ്ചിമ ബംഗാളിലാണ്. സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതിൻ്റെ പേരാണ് ഡംഡം എയർപോർട്ട്, കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ്? പശ്ചിമ ബംഗാളിൽ കൊൽക്കത്തയിലാണ്. ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം ബേലൂരിലാണ്. പശ്ചിമ ബംഗാളിലെ ബേലൂരിലാണ് ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം. ഹാൽദിയ തുറമുഖം സ്ഥിതി ചെയ്യുന്നതും പശ്ചിമ ബംഗാളിലാണ്. ഹിമാലയൻ മൗണ്ടനറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനവും എവിടെയാണ്? അത് ഡാർജിലിംഗ് ആണ്. ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, അപ്പോൾ ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രവും പശ്ചിമ ബംഗാളിലാണ്. റാണിഗഞ്ച്, അസൻസോൾ തുടങ്ങിയ കൽക്കരി ഖനികൾ പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ വാലി പ്രോജക്റ്റ്, അതും പശ്ചിമ ബംഗാളിലാണ്. സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് കൊൽക്കത്ത. ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം ബേലൂര്. ഹാൽദിയ തുറമുഖം പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു. ഹിമാലയൻ മൗണ്ടനറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനവും ഡാർജിലിംഗ് ആണ്, അത് പശ്ചിമ ബംഗാളിലാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ എ ചൗ മൗ, ഓപ്ഷൻ ബി ജിയാങ് സു, ഓപ്ഷൻ സി ചൗ എൻ ലായ്, ഓപ്ഷൻ ഡി ഹു ജിൻഡോ. ആരാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി? ആരാണ്? ചൗ എൻ ലായ് ആണ്. ചൗ എൻ ലായ് ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ആരായിരുന്നു ഉണ്ടായിരുന്നത്? നെഹ്റു ആയിരുന്നു. അതായത് പഞ്ചശീല തത്വങ്ങളുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് നെഹ്റുവാണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു തന്നെയാണ്. 1954 ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായും തമ്മിലാണ് പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത്. എവിടെ വെച്ചാണ് ഒപ്പുവെച്ചത്? ചൈനയിലെ പെക്കിങ്ങിനിൽ വെച്ചാണ് പഞ്ചശീല കരാറിൽ ഒപ്പുവെക്കുന്നത്.
അപ്പോൾ നെഹ്റുവും ചൗവൻലായും തമ്മിലാണ് ഒപ്പുവെച്ചത്. 1954 പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത്. 1954 ബന്ധപ്പെട്ട് നമ്മൾ മറ്റൊരു കാര്യം പഠിച്ചത് എന്താണെന്ന് ആലോചിച്ച് ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടതും 1954. അപ്പോൾ നമ്മൾ പഠിച്ചത് ഡേറ്റ് അല്ലെങ്കിൽ വർഷം വീണ്ടും റിപ്പീറ്റ് അടിച്ച് എവിടെയെങ്കിലും കാണുമ്പം ഇതെവിടെയാണെന്നൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അഥവാ നമ്മൾ ഒന്ന് ഓർത്തിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പഠിച്ച ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കണേ. അന്നേരം നമുക്ക് ഈ സംഭവം രണ്ടും കൂടി കണക്ട് ചെയ്ത് മനസ്സിലിരിക്കും. രണ്ടെണ്ണത്തിനൂടെ ആ ഒരു വർഷം പഠിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഓക്കെ. അപ്പോൾ 1954 ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗവൻ ലായും തമ്മിലാണ് ഈ പഞ്ചശീല തത്വം ഒപ്പുവെക്കുന്നത്. ചൈനയിൽ വെച്ചാണ്, പെക്കിങ്ങിനിൽ വെച്ചാണ് ഒപ്പുവെക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ നബാർഡ്, ഓപ്ഷൻ ബി SBI, ഓപ്ഷൻ സി റിസർവ് ബാങ്ക്, ഓപ്ഷൻ ഡി യൂണിയൻ ബാങ്ക്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? ഇവിടെ ആൻസർ ഏതാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ സി ആണ് ആൻസർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്തൊക്കെയാണ് പ്രത്യേകത? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാ? മുംബൈയിലാണ്. റിസർവ് ബാങ്ക് നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ ഏതാ? 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് RBI രൂപീകരിക്കുന്നത്. RBIയുടെ ആസ്ഥാനം മുംബൈ ആണ്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് നിലവിൽ വന്നത്. 1934 RBI ആക്ട് പ്രകാരം 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് നിലവിൽ വരുന്നത്. 1949 ജനുവരി 1 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം RBI എന്തു ചെയ്തു? ദേശസാൽക്കരിച്ചു. 1949 ജനുവരി 1 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് RBIയെ നാഷണലൈസ് ചെയ്യുന്നത്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ വർഷം എന്ന 1949. അങ്ങനെ ഈ RBIയുടെ ആദ്യ ഗവർണറായിട്ട് ചുമതലയേറ്റതാരായിരുന്നു? അത് ഓസ്ബോൺ സ്മിത്ത് എന്നയാളാണ്. അതായത് ഓസ്ബോൺ ആർക്കൽ സ്മിത്ത് എന്നാണ് പറയുന്നത്. ഓസ്ബോൺ സ്മിത്താണ് നമ്മൾ പഠിക്കാറുള്ളത്. ഇനി RBI ഗവർണർ ആയ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയായിരുന്നു മൻമോഹൻ സിംഗ്. ബാങ്കുകളുടെ ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ, വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ്? കടുവയാണ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിൽ ഉള്ള വൃക്ഷം എണ്ണപ്പനയാണ്. അപ്പം പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ബാങ്കുകളുടെ ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ, വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണറായിരുന്നു CD ദേശ്മുഖ്. CD ദേശ്മുഖാണ് ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ RBI ഗവർണർ. RBI സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ചെന്നൈയിലാണ്. ഇപ്പോഴത്തെ RBI ഗവർണർ ആരാ? 25ാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ് ആണ് ഇപ്പോഴത്തെ RBI ഗവർണർ. ഇനി അടുത്ത ചോദ്യം, ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം എന്ന്? ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 2006, ഓപ്ഷൻ സി 2008, ഓപ്ഷൻ ഡി 2003. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം എന്നാണ്? 2005 ദേശീയ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത് 2006 ഫെബ്രുവരി 2. പാർലമെൻറ്റ് പാസ്സാക്കിയതാണ് ചോദിച്ചിരിക്കുന്നത്, അത് 2005. എന്നാൽ ഇത് നിലവിൽ വന്നത് 2006 ഫെബ്രുവരി 2. അതായത് 2006 ഫെബ്രുവരി 2 ആന്ധ്രാപ്രദേശിലെ ആനന്ദ്പൂർ ജില്ലയിലെ ബണ്ടിലപ്പള്ളി ഗ്രാമത്തിലാണ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇത് ഉദ്ഘാടനം ചെയ്തത്. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ ആനന്ദ്പൂർ ജില്ലയിലെ ബണ്ടിലപ്പള്ളി എന്ന ഗ്രാമത്തിൽ. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? മൻമോഹൻ സിംഗ് ആണ്. 2009 ഒക്ടോബർ 2 മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന നാമകരണവും നടത്തി.
പദ്ധതി നടത്തിപ്പിലെ മുഖ്യ ഏജൻസി ആരാണ്? ഗ്രാമപഞ്ചായത്തുകളാണ്. 2010 അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആരംഭിച്ചത്. നഗര തൊഴിലുറപ്പ് പദ്ധതിയാണ് 2010 ആരംഭിച്ച അയ്യങ്കാളിയുടെ പേരിലുള്ളത്. മറ്റേത് മഹാത്മാഗാന്ധിയുടെ പേരിലാണ്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നതെന്നാ? അത് 2008 ഏപ്രിൽ 1 എല്ലാ ഗ്രാമങ്ങളിലും നിലവിൽ വന്നത് 2008 ഏപ്രിൽ 1. നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജീൻ ഡ്രസ്സെ, ജാക്വസ് ഡ്രസ്സെ എന്നും അറിയുന്നു. ജീൻ ഡ്രസ്സെ എന്ന ആളാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയത് പാലക്കാട്, വയനാട് എന്നീ ജില്ലകളിലാണ്. ഈ പദ്ധതി പ്രകാരം 100 തൊഴിൽ ദിനങ്ങളാണ് ഉറപ്പ് നൽകുന്നത്. അപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005. ഓക്കെ, ഇനി അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷനാര്? ഓപ്ഷൻ എ രംഗനാഥ മിശ്ര, ഓപ്ഷൻ ബി YV ചന്ദ്രചൂഡ്, ഓപ്ഷൻ സി KG ബാലകൃഷ്ണൻ, ഓപ്ഷൻ ഡി JS വർമ്മ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ, ഇതൊക്കെ ഒരു സ്ഥിരം ചോദ്യങ്ങളാണ്. രംഗനാഥ മിശ്ര എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ രംഗനാഥ മിശ്രയാണ്. അപ്പോൾ ഇനി നമ്മുടെ ടൈം ടേബിളിൽ ഈ ഭാഗങ്ങളൊക്കെ വരും കേട്ടോ. മനുഷ്യാവകാശ കമ്മീഷനും നമ്മൾ ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ ടോപ്പിക്കുകളെല്ലാം ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്ത് പോയെങ്കിലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഉത്തരം രംഗനാഥ മിശ്രയാണ്. 1993 സെപ്റ്റംബർ 28 നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 2. അവിടെ കണ്ടോ 2 ഡേറ്റ് വന്നു. 1993 സെപ്റ്റംബർ 28 നിയമം വന്നത്. അത് പ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 ഒക്ടോബർ 12 നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹി. അതിപ്പോൾ മാറിയിട്ടുണ്ടേ. ഇപ്പം ഫരീദ് കോർട്ട് ഹൗസാണ്. ന്യൂഡൽഹിയിലെ തന്നെ ഫരീദ് കോർട്ട് ഹൗസാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകാനുള്ള യോഗ്യത എന്താണ്? റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ് ആയിരിക്കണം. റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജോ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകാൻ പറ്റത്തുള്ളൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഇതിനു മുമ്പ് ഇത് വ്യത്യാസം ഉണ്ടായിരുന്നു, 5 വർഷമായിരുന്നു. ഇപ്പോൾ ഇത് 3 വർഷമാക്കിയിട്ടൊരു അമെൻമെൻറ്റ്, നമ്മൾ പറഞ്ഞല്ലോ ഭരണഘടനയിലൊക്കെ ഭേദഗതികൾ വരുത്തുന്നത് പോലെ ഭേദഗതി പ്രകാരം 3 വർഷം ആക്കിയിട്ടുണ്ട്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ചെയർമാൻ ഉൾപ്പെടെ 6 സ്ഥിര അംഗങ്ങളാണ് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. കൂടാതെ ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, NCPCR, ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. ഇത്രയും കമ്മീഷണർമാരും ഇതിനകത്ത് ഉൾപ്പെടുന്നു. അതായത് ഈ പറഞ്ഞതിൻ്റെ എല്ലാം ചെയർമാനോ ചെയർപേഴ്സണോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. അപ്പോൾ ചെയർമാൻ ഉൾപ്പെടെ 6 സ്ഥിരാംഗങ്ങളും ബാക്കി ഈ പറഞ്ഞ എക്സ് ഒഫീഷ്യോ അംഗങ്ങളും അടങ്ങുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഈ NCPCR എന്ന് പറഞ്ഞാൽ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, കുട്ടികളുടെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള സംഘടനയാണ്. അതും ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതി, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്
ഗവർണറാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാനം വഹിച്ച വ്യക്തികൾ ആരൊക്കെയാണെന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആദ്യത്തേത് രംഗനാഥ മിശ്ര. ആകെ 8 പേരേ ഉള്ളതുകൊണ്ട് ഇവരെ ഈ ഓർഡറിൽ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. രംഗനാഥ മിശ്രയാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് വെങ്കിട ചെല്ലയ്യ. മൂന്നാമത്തേത് JS വർമ്മ. 4 SS ആനന്ദ്. 5 രാജേന്ദ്ര ബാബു. 6 KG ബാലകൃഷ്ണൻ. 7 HL ദത്തു. എട്ടാമത്തേത് ഇപ്പോഴത്തേത് അരുൺ കുമാർ മിശ്ര. ഓക്കെ, അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര, വെങ്കിട ചെല്ലയ്യ, JS വർമ്മ, AS ആനന്ദ്, രാജേന്ദ്ര ബാബു, KG ബാലകൃഷ്ണൻ, HL ദത്തു, അരുൺ കുമാർ മിശ്ര എന്നിവരാണ്. ഇത്രയും പേരാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ 21-ാം അനുച്ഛേദം, ഓപ്ഷൻ ബി 16-ാം അനുച്ഛേദം, ഓപ്ഷൻ സി 24-ാം അനുച്ഛേദം, ഓപ്ഷൻ ഡി 23-ാം അനുച്ഛേദം. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 24-ാം അനുച്ഛേദമാണ്. ഈ ആർട്ടിക്കിൾ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഈ 24-ാം അനുച്ഛേദം. ബാലവേല നിരോധന നിയമം പാസാക്കിയത് 1986. ബാലവേല നിരോധന നിയമം പാസാക്കി. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ബാലവേല നിരോധന നിയമം നിലവിൽ വന്നത്? അത് ഗുരുപാദസ്വാമി കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ബാലവേല നിരോധന നിയമം നിലവിൽ വന്നത്. ഈ ബാലവേല നിരോധന നിയമം അനുസരിച്ച് എത്ര വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കണം. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ബാലവേല നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ പെടുന്നത്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾ അതിന് നൽകുന്ന മേന്മാ മുദ്രയാണ് റഗ് മാർക്ക്. അതായത് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ബാലവേല ഒന്നും ചെയ്യിച്ചിട്ടില്ല എന്നുള്ളതിന് നൽകുന്ന അംഗീകാരം അല്ലെങ്കിൽ മുദ്രയാണ് റഗ് മാർക്ക്. ഈ റഗ് മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? കൈലാഷ് സത്യാർത്ഥി. നമ്മൾ പഠിക്കാറുണ്ട്, മലാലയോടൊപ്പം നോബൽ പ്രൈസ് പങ്കിട്ടയാളെന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട്. അപ്പോൾ കൈലാഷ് സത്യാർത്ഥിയാണ് റഗ് മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇപ്പോൾ റഗ് മാർക്ക് അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്ന പേരിലാണ്. ഗുഡ് വീവ്. ബാലവേല വിരുദ്ധ ദിനം എന്ന ജൂൺ 12-നാണ് ബാലവേല വിരുദ്ധ ദിനം. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട്, അതാണ് NCPCR പാസ്സാക്കിയതെന്ന 2005. ഇനി നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് നിലവിൽ വന്നത് 2007 മാർച്ച് 5-നാണ്. ഇതിൻ്റെ ആദ്യത്തെ അധ്യക്ഷ ശാന്ത സിൻഹ എന്ന ആളായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ അധ്യക്ഷനെ പറയുന്നില്ല, കാരണം അത് ചിലപ്പോൾ നമ്മുടെ എക്സാം ആകുമ്പോഴത്തേക്കും ആൾ മാറിക്കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് ആ സമയം ആകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കുറച്ച് ഫാക്ട്സ് ഉണ്ട്, അത് ആ സമയം ആകുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് എഴുതി വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ ചൈൽഡ് റൈറ്റ്സിൻ്റെ പ്രഥമ അധ്യക്ഷയായിരുന്നത് ശാന്ത സിൻഹയായിരുന്നു. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്, അതായത് പോക്സോ ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് 2012-ലാണ്. ഇതും നമുക്ക് ഈ LDCയുടെ മെയിനെ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അത് LGSനൊന്നും ഇല്ല കേട്ടോ, LDCക്കുള്ള ഒരു ടോപ്പിക്കാണ് സുപ്രധാന നിയമങ്ങൾ. ആ ഭാഗത്ത് വരുന്നതാണ് ഈ പോക്സോ ആക്ട്. പോക്സോ ആക്ട് പാസ്സാക്കിയതെന്ന പാർലമെൻറ്റ് പാസ്സാക്കിയത് 2012-ലാണ്. നിലവിൽ വന്നത് 2012 നവംബർ 14, അതായത് ശിശുദിനത്തിലാണ് പോക്സോ ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞേ? ആർട്ടിക്കിൾ 24 എന്താണ് പറയുന്നത്? ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. അപ്പോൾ ഇതും കൂടി പഠിക്കുക. ആർട്ടിക്കിൾ 23 എന്താണ്? ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിത വേല നിരോധിക്കുന്നത് ആർട്ടിക്കിൾ 23-ലാണ്. 24 ബാലവേല നിരോധിക്കുന്നു. എത്ര വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ബാലവേല ചെയ്യിക്കരുതെന്ന് പറയുന്നത്? 14 വയസ്സിൽ താഴെയുള്ള ആളെയാണ് കുട്ടിയായിട്ട് പരിഗണിക്കുന്നത്.
ഇത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ഈ നിയമം നിലവിൽ വന്നത്? ഗുരുപാദസ്വാമി കമ്മീഷനാണ്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മേന്മ മാർക്കാണ് റക് മാർക്ക്. അത് കൈലാഷ് സത്യാർത്ഥിയുടെ ഒരു ആശയമായിരുന്നു. ഇപ്പോൾ ഇത് ഗുഡ് വീവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12 ഈ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് പാസ്സാക്കിയത് 2005. അതിനനുസരിച്ച് ഈ ഒരു കമ്മീഷൻ നിലവിൽ വന്നത് 2007 മാർച്ച് 5 ഇതിൻ്റെ പ്രഥമ അധ്യക്ഷ ശാന്ത സിൻഹ ആയിരുന്നു. അതുപോലെ പോക്സോ ആക്ട് കുട്ടികളെ ലൈംഗികമായി ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായിട്ടുള്ള നിയമമാണ്. 2012 പാസ്സാക്കി നിലവിൽ വന്നത് 2012 നവംബർ 14 ശിശുദിനത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി അടുത്ത ദിവസത്തെ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമുക്ക് മിക്ക ദിവസവും ടൈം ടേബിളിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതാണ്. കൂടുതൽ ടോപ്പിക്കുകൾ വരുന്ന ദിവസം ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, എങ്കിലും ഇത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും, എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. എല്ലാ ഫാക്ട്സും പഠിക്കുകയും വേണം. അതുകൂടെ തന്നെ ഈ ഇപ്പോൾ PSC ചോദിക്കുന്ന ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ LDC 2024 വേണ്ടിയിട്ട് ഇനിയും പഠിക്കാൻ തുടങ്ങിയില്ലാത്തവർ ഉറപ്പായിട്ടും മുന്നോട്ട് വരണം. നിങ്ങൾ പഠിക്കണം. കാരണം ഒരുപാട് പേര് ഇതിനു വേണ്ടിയിട്ട് നിങ്ങളിപ്പം മടിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് എല്ലാവരും മടിയൊക്കെ മാറ്റി മുന്നോട്ട് വരിക പഠിക്കാനായിട്ട്. നമ്മുടെ ചാനലിൽ നമ്മൾ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇനി എന്തെങ്കിലും പേടി തോന്നുവാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ജോയിൻ ചെയ്ത കുട്ടികളുണ്ട്, അവരോട് ചോദിച്ച് നോക്കുക ക്ലാസ് എങ്ങനെ ഉണ്ടെന്ന്. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങളൊന്ന് കയറി നോക്കുക, ക്ലാസ്സുകൾ കറക്റ്റായിട്ട് തരുന്നുണ്ടോ, നോട്ട്സ് കറക്റ്റായിട്ട് തരുന്നുണ്ടോ, എക്സാം കറക്റ്റായിട്ട് നടത്തുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കിയിട്ട് മാത്രം ജോയിൻ ചെയ്താൽ മതി. ഇതൊരു നല്ല അവസരമാണ്. ഡെയിലി ടൈം ടേബിൾ അനുസരിച്ചാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ ദിവസവും നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ കൂടെ ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ മാത്സും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണ്. എല്ലാ ദിവസവും നിങ്ങളുടെ ടോപ്പിക്കിന് ശേഷം അന്ന് രാത്രി ആ ഒരു ദിവസത്തെ എക്സാം അന്ന് തന്നെ നടത്തും. ആ ഒരു എക്സാം നടത്തിയതിന് ശേഷമേ ഞാൻ ഉറങ്ങാറുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസത്തേക്കുള്ള ടോപ്പിക്കും അന്ന് രാത്രി തന്നെ തരും. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഓരോ ആഴ്ച കഴിയുമ്പോഴും വീക്കിലി റിവിഷൻ എന്ന് പറഞ്ഞാൽ ആ വീക്ക് മാത്രമല്ല, നമ്മൾ അതിന് മുൻപുള്ള വീക്കുകളിൽ ഏതൊക്കെ പഠിച്ചോ അതെല്ലാം ആ ടോപ്പിക്കെല്ലാം ഒന്നിച്ചാണ് റിവിഷൻ ചെയ്തു വരുന്നത്. അതുകൊണ്ട് ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും. കാരണം ഒരു കാര്യം തന്നെ ഓരോ ആഴ്ച കഴിയുമ്പോഴും റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലത് നല്ല രീതിയിൽ പതി. അതുകൊണ്ട് ഇനി വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൽ കൂടിയാണ് നമ്മൾ ടോപ്പിക്കുകൾ തരുന്നത്. വീഡിയോ ക്ലാസ്സുകളെല്ലാം യൂട്യൂബിൽ തന്നെയാണ് തരുന്നത്. അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്